കൊച്ചി വൈറ്റ് കോളർ ഡ്രഗ് പാർട്ടി കേസിൽ അറസ്റ്റിലായ ലഹരി വിതരണക്കാരൻ കെവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. കഴിഞ്ഞ ഒരു വർഷം മാത്രം കെവിൻ നടത്തിയത് 22 ലക്ഷം രൂപയുടെ ഡീല്. നൈറ്റ് പാർട്ടികളിലെ പ്രധാന ഡ്രഗ് ഡീലർ എന്നും കണ്ടെത്തലുണ്ട്. വിഷ്ണു സുരേഷ് ചേരും കൊച്ചിയിൽ നിന്നും. വിഷ്ണു, ഈ കെവിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? അമല്, കഴിഞ്ഞ മാസമാണ് എറണാകുളത്തെ ഒരു ആഡംബര ഹോട്ടലിൽ നിന്ന് അഭിഭാഷകർ, ഡോക്ടർ, അതോടൊപ്പം തന്നെ ഇവന്റ് മാനേജർ തുടങ്ങിയ ഒരു വലിയ സംഘം ലഹരിയുമായി പിടിയിലാകുന്നത്. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അന്ന് ആ ഡ്രഗ് പാർട്ടിയിലേക്ക് ഡ്രഗ് എത്തിച്ചു നൽകിയത് കെവിനാണ് എന്ന കണ്ടെത്തൽ പോലീസിനുണ്ടാകുന്നത്. പിന്നാലെ കെവിനെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും 2 ദിവസം മുമ്പ് തൃക്കാക്കരയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് കെവിനെ പിടികൂടിയായിരുന്നു. ഇയാളുടെ പക്കൽ നിന്ന് 194 ഗ്രാം MDMA-യും 90 ഗ്രാം എക്സ്റ്റസി പില്ലുകളും പിടിച്ചെടുത്തിരുന്നു. തുടർന്ന് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലർമാരിൽ ഒരാളാണ് എന്ന വിലയിരുത്തലിലേക്ക് പോലീസ് എത്തിയത്. പ്രത്യേകിച്ച് നൈറ്റ് പാർട്ടികളിലേക്ക് ഡ്രഗ് എത്തിക്കുന്ന പ്രധാനിയാണിത് ഇയാൾ. അതോടൊപ്പം ഈ വെസൽ പാർട്ടികളിലും ഇയാൾ സമാനമായി ഡ്രഗുകൾ എത്തിക്കാറുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇയാളുടെ ഫോൺ പരിശോധനയിലാണ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം 20 മുതൽ 22 ലക്ഷം രൂപ വരെയുള്ള സാമ്പത്തിക ഇടപാടുകൾ ഈ ഡ്രഗുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ കെവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. അതുവഴി കൂടുതൽ കണ്ണികളിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പങ്കുവെക്കുന്നത്. കൊച്ചി ഡാൻസ് ഓഫ് ആണ് കെവിനെ കഴിഞ്ഞ ദിവസം തൃക്കാക്കരയിൽ നിന്ന് പിടികൂടിയത്. അമൽ, പ്രവിധ. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.